വീണ്ടും നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിലേക്ക് വീണ്ടും വരികയാണ്. നമുക്ക് അടുത്തൊരു കിടില സാധനമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ. ഇതാ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ് എല്ലാം ഞാൻ വരച്ചു. ഇവിടെ ടൈം, ഇവിടെ പൊസിഷൻ. ഓക്കെ, ഗ്രാഫിന്റെ ഷേപ്പ് കണ്ട് ഇങ്ങനെയാണ്. ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്, സ്ട്രൈറ്റ് ലൈനൊക്കെ തന്നെ, പക്ഷെ ഇങ്ങനെയാണ് ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയാൽ ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് അറിയേണ്ടത്. ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റയാണ് അല്ലേ. അപ്പൊ ടാൻ തീറ്റയാണ്. അപ്പൊ അതിനകത്ത് ഗവേഷണം ഒന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് ഞാൻ പറയാം. നമുക്ക് ഇതിനകത്ത് ഹൊറിസോണ്ടലുമായിട്ട് ഈ ഗ്രാഫ് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ വേണ്ടിയത്? ഇതാണ് വേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഈ ആംഗിളിനെ നമുക്ക് എന്തെന്ന് പറയാം? തീറ്റ എന്ന് പറയാം. അത്ഭുത സംഭവമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത്തിലൂടെ വേറൊരു രീതി പറയാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഗ്രാഫ് അല്ലേ. ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ പറയാം. ഇത് നമ്മുടെ ഗ്രാഫാണ്. ഇതിൽ ഇഷ്ടമുള്ള 2 പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. നേരത്തെ എടുത്ത അതേ മോഡൽ മതി. സോ ഇഷ്ടമുള്ള 2 പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ടൈം T1, ഇവിടുത്തെ ടൈം T2. ഇനി ഇനിഷ്യൽ ടൈമിന് നേരെ ഞാനിങ്ങനെ വരച്ചു. ഓക്കെ, ഗ്രാഫിൽ മുട്ടി. ഇനിഷ്യൽ ടൈമിന് നേരെയുള്ള ഈ പൊസിഷനെ ഇനിഷ്യൽ പൊസിഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ ടൈമിന് നേരെയുള്ള ഈ പൊസിഷനെ ഫൈനൽ പൊസിഷൻ എന്നും പറയും. എന്താ പറയുക? ഫൈനൽ പൊസിഷൻ. അപ്പൊ ഇനീഷ്യൽ ടൈമിന് നേരെയുള്ള പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ ടൈമിന് നേരെയുള്ള പൊസിഷൻ ഫൈനൽ പൊസിഷൻ. അത്ഭുത സംഭവമൊന്നുമല്ല. ഒരു ഗ്രാഫ് വരച്ചു. ഇനീഷ്യൽ ടൈമിന് നേരെയുള്ളത് ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ ടൈമിന് നേരെയുള്ളത് ഫൈനൽ പൊസിഷൻ. ഇത്രയും ഓക്കെ ആണേ. ഇനി ഈ ഗ്രാഫിൽ ഇവിടെ ഒരു തീറ്റ അടയാളപ്പെടുത്തും. ഹൊറിസോണ്ടലുമായിട്ട് ഗ്രാഫ്, നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. അത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ അല്ലേ. നമുക്ക് റെഡി. സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും മക്കളെ? ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണിത്, അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സന്തോഷമായിട്ട് പറയാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി ബാക്കി നിങ്ങൾ പറയണം. ബാക്കി പെട്ടെന്ന് പറയണേ. അഡ്ജസന്റ് സൈഡ് ആദ്യം പറയാം. അഡ്ജസന്റ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. സോ T2 മൈനസ് T1. ഞാൻ എഴുതുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. അപ്പൊ T2 മൈനസ് T1 ആദ്യം എഴുതാവും. ഇനി T2ന് നേരെയുള്ള പൊസിഷൻ വേണം ആദ്യം എഴുതാൻ. നോക്കൂ, T2 മൈനസ് T1 എന്നല്ലേ നിങ്ങൾ എഴുതിയേ. അപ്പൊ T2ന് നേരെയുള്ളത് ഏതാണ്? XF ആണ്. XF മൈനസ് T1ന് നേരെയുള്ളത് എന്താണ്? XI ആണ്. ഇതൊന്നും കുഴപ്പമില്ല, XI. ഓക്കെ, ഇനി നോക്കൂ, T2 മൈനസ് T1 എടുത്താൽ എന്ത് വരും? T2 വലിയ നമ്പറാണ്, T1 ചെറിയ നമ്പറാണ്. T2 മൈനസ് T1 എടുത്താൽ എന്താ വരിക? പോസിറ്റീവ് ആണ് വരുന്നത്. ഒരു കുഴപ്പമില്ല. XF മൈനസ് XI എടുത്താലോ? XF എന്ന് പറയുന്നത് ചെറുതും XI എന്ന് പറയുന്നത് വലുതുമാണ് ഇവിടെ. അപ്പൊ XF മൈനസ് XI എടുത്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ആൻസർ അല്ലേ വരൂ? നെഗറ്റീവ് ആൻസറേ വരും. അപ്പൊ സ്ലോപ്പിന്റെ ആൻസർ എന്തേ വരൂ? നെഗറ്റീവ് വരും. അപ്പൊ സ്ലോപ്പിന്റെ ആൻസർ എന്താ കിട്ടിയത്? നെഗറ്റീവ്. അതായത് ഇങ്ങനത്തെ ഷേപ്പിൽ ഒരു ഗ്രാഫ് എടുത്താൽ അതിന്റെ സ്ലോപ്പ് എന്ത് കിട്ടുമെന്നാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത്? നെഗറ്റീവ് കിട്ടും. ഇത്രയും കോമൺ സെൻസ് ഉള്ള ഒരാളിനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ അന്തം വിടാതെ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കുമ്പോൾ പക്കയായിട്ട് മനസ്സിലാവും. ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ആരുടെ? യൂണിഫോം മോഷന്റെ. അപ്പൊ ഞാൻ വരയ്ക്കുന്നു. നോക്കൂ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇവിടെ ടൈം, ഇവിടെ പൊസിഷൻ. ഓക്കെ, ഇതൊന്നും ഡൗട്ടില്ല. ഇനി ഞാൻ ഗ്രാഫ് വരച്ചു. ഇതാണ് ഗ്രാഫ്. ഇങ്ങനെയാണ് എനിക്ക് ഗ്രാഫ് കിട്ടിയത്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണുകയാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരുന്നോട്ടെ. ഇനി ഞാൻ എന്താ ചെയ്തേ? ഇവിടെ ഒരു ടൈം എടുത്തു. ഈ ടൈമിനെ ഞാൻ T1 എന്നാണ് വിളിക്കുന്നത്. അവിടെ നിന്ന് ഡോട്ടഡ് ലൈൻ വരച്ച് ഗ്രാഫിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു. അതിന്റെ നേരെയുള്ള ഈ പൊസിഷനെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയാം. ഇനി അടുത്ത് ഇവിടെ വേറൊരു ടൈം എടുത്തു. ആ ടൈമിനെ T2 എന്ന് പറയും. അതിന്റെ നേരെ ഇവിടെ ഒന്ന് മുട്ടിച്ചു. ഇവിടെ ഉള്ളത് എന്താണ്? ഫൈനൽ പൊസിഷനാണ്.
അപ്പോൾ ഇനീഷ്യൽ ടൈമിന് നേരെയുള്ളത് ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ ടൈമിന് നേരെയുള്ളത് ഫൈനൽ പൊസിഷൻ. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ഗ്രാഫ് ഇതാ. ഈവൻ ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിൾ എന്താണ്? തീറ്റയാണ്. ഇത്രയും ഓക്കെ. ഇനി ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. ഇവിടുത്തെ തീറ്റ ഇതാണ്. അപ്പോൾ ഇതല്ലേ മക്കളെ ഓപ്പോസിറ്റ് സൈഡ്? അപ്പൊ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസന്റ് സൈഡ്. മനസ്സിലായി? ഓക്കെ. ഇനി എനിക്കിത് ഓരോന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ തന്നെ പറയൂ. അഡ്ജസന്റ് സൈഡ് ആദ്യം പറയണം. ഇതല്ലേ അഡ്ജസന്റ് സൈഡ്? ഈ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? T2 നിന്ന് T1 മൈനസ് ചെയ്യുക. അപ്പൊ T2 നിന്ന് T1 മൈനസ് ചെയ്യുക. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത് T2ന്റെ ലെവലിലുള്ള പൊസിഷനാണ് ഫൈനൽ പൊസിഷൻ. അപ്പൊ T2 മൈനസ് T1ന്റെ മേലിൽ ഓപ്പോസിറ്റ് സൈഡ് സംഭവമാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കാണാൻ എന്ത് ചെയ്യും? XI മൈനസ് XF അല്ല എടുക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. എന്താണ്? T2ന്റെ നേരെയുള്ളത് XF ആണ്. ഇനി T1ന്റെ നേരെയുള്ളത് XI ആണ്. അപ്പൊ T2 മൈനസ് TI എന്നെഴുതിയതുകൊണ്ട് അവിടെ എന്താണ്? XF മൈനസ് XI എന്ന് എഴുതണം. XF മൈനസ് XI എന്ന് എഴുതണം. കുഴപ്പമുണ്ടോ? T2ന്റെ നേരെയുള്ളത് XF, T1ന്റെ നേരെയുള്ളത് XI. അപ്പൊ T2 മൈനസ് T1 എന്നുള്ളത് XF മൈനസ് XI. ഇനി നമ്മൾ ശ്രദ്ധിച്ച് പറയണം. T2ഉം T1 നോക്കൂ. T2 ബിഗർ നമ്പർ, T1 സ്മോളർ നമ്പർ. അപ്പൊ T2 മൈനസ് T1 എടുത്താൽ പോസിറ്റീവ്. അപ്പൊ ഇത് പോസിറ്റീവ്. ഓവർ ദാറ്റ് പറയൂ. XF മൈനസ് XI പറയണം. XF ആണോ XI ആണോ വലുത്? XI ആണ് വലുത്. അപ്പൊ XF മൈനസ് XI എടുത്താൽ എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്താണ്? യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് ആൻസർ. അപ്പോ നെഗറ്റീവ് ആൻസർ. അപ്പോ സ്ലോപ്പ് ഈസ് വാട്ട്? നെഗറ്റീവ്. സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫ് ഇങ്ങനെയാണ് പോയത്. അപ്പം ഇങ്ങനെ പോയാൽ അതിന്റെ സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ്. ഇനി ചത്താലും മറന്നു വരുത്. സ്ലോപ്പ് ഗ്രാഫ് ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ്, ഗ്രാഫ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ്. ഓക്കെ. ഇനി നിങ്ങൾ പറയണം ഇവിടുത്തെ ഇത് എന്തിന്റെ ഗ്രാഫ് ആണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. ഗ്രാഫ് യൂണിഫോം മോഷന്റെ ആണെന്ന് അറിയാം. ഇനി സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. വെലോസിറ്റി കിട്ടുമെന്നല്ലേ പറഞ്ഞേ? ഇവിടുത്തെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടുമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇത് കാണിക്കുന്നത് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. എന്താണ് വരച്ചിരിക്കുന്നത്? യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ ആണേ? യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. സോ once again from the beginning I will explain the whole things. See, what is this graph? This is a position time graph for uniform motion. That you understood? So this is a graph. Then I want the slope of this graph. So what shall I do? I take two instances, T1 and T2. So from these two positions I draw vertical lines to meet the graph. Then from there I am getting the final position and initial position. So initial time I am getting initial position, final time final position. Got it? Then this is your graph. This is horizontal. The angle between these two is theta. Then slope is what? Tan theta. Slope is tan theta. Tan theta is equal to opposite side by adjacent side. So opposite side is this one by adjacent side this one. See, how will you calculate this? See, adjacent parayu. See, how will you calculate adjacent side? T2 minus T1. So if corresponding to T2 XF, corresponding to T1 XI. So if you are writing T2 minus T1, you write XF minus XI. Okay. Then see, XI is greater, XF less. So XF minus XI will be a negative answer. T2 greater, T1 less. So T2 minus T1 will be a positive answer. So slope gives negative answer. Slope is a negative answer. So if the graph is of this shape, the slope will be definitely negative. No doubt. Now, see, what is this graph? This graph represents uniform motion. This graph represents uniform motion. See, its slope is what? Velocity. Its slope is velocity. The answer of velocity is negative. So in short, you can say this represents uniform negative velocity. What is this?
uniform negative velocity. Uniform negative velocity. So once again I will summarize the whole things. See, ആദ്യം നമ്മൾ പഠിച്ചെന്താണ്? മേലോട്ടുള്ള ഗ്രാഫ്. ഇപ്പൊ പഠിച്ച എങ്ങോട്ടാണ്? താഴോട്ടുള്ള ഗ്രാഫ്. ഇത് ചെറിയ ഇതങ്ങ് പഠിച്ച് നല്ല ക്ലിയർ ആയിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ഇവിടെ ഗ്രാഫ് ആദ്യം വരച്ച ഗ്രാഫ് ഏതാ? നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. ഇതിന്റെ സ്ലോപ്പ് ഗീവ്സ് what? Slope gives velocity. So velocity is a positive answer. നമ്മൾ പഠിച്ചതാ. അപ്പോൾ ഇത് എന്ത് ഗ്രാഫാണ്? പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പൊ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ഒരാൾ ചോദിച്ചാൽ ദിസ് റെപ്രസെന്റ്സ് ഗ്രാഫ് ഇതുപോലെ സ്ട്രൈറ്റ് ആണ്. ഇപ്പൊ യൂണിഫോം പറയും പോസിറ്റീവ് വെലോസിറ്റി. So what does this graph indicate? This represents uniform positive velocity. ഇനി അടുത്തെന്താണ്? നമ്മൾ വീണ്ടും ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ടൈം, ഇവിടെ പൊസിഷൻ. ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത്. See, slope gives what? Slope gives velocity. Then here velocity is negative. Okay? So what does this graph indicate? See, this graph indicate what? Uniform. Tell me. Uniform negative velocity. This graph represents uniform negative velocity. അപ്പോൾ അത് ചത്തുപോയാലും മറക്കരുത്. നമുക്ക് ഇപ്പം മരിച്ചു കിടക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറഞ്ഞിട്ട് പിന്നെ ബാക്കി മരണം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവും. സോ ലിസൺ, ഇപ്പം എന്താണ്? ഗ്രാഫ് ഇങ്ങനെ പോയാൽ സ്ലോപ്പ് പോസിറ്റീവ്, ഗ്രാഫ് ഇങ്ങനെ വന്നാൽ സ്ലോപ്പ് നെഗറ്റീവ്. ഓക്കെ, ഇനി ഇവിടെ പൊസിഷനും ടൈമും ആണ് അല്ലേ? അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ എന്തേ കിട്ടൂ? സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും. സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ചില സിറ്റുവേഷനിൽ അത് സ്പീഡ് എന്ന് നമ്മൾ പറയും. പക്ഷെ ഇവിടെ നമുക്ക് എന്തേ പറയാൻ പറ്റൂ? വെലോസിറ്റി എന്നേ പറയാൻ പറ്റൂ. കാരണം ഈ നെഗറ്റീവും പോസിറ്റീവും വരുന്നതുകൊണ്ടാണ്. സോ ലിസൺ, ഇപ്പൊ ഇവിടെ എന്താണ്? സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. അപ്പൊ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ സംഭവം? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്പീഡ് ആവാം, യൂണിഫോം വെലോസിറ്റി ആവാം. അത് മനസ്സിൽ വെച്ചോണം. യൂണിഫോം മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാവാം? യൂണിഫോം സ്പീഡ് ആവാം, യൂണിഫോം വെലോസിറ്റി ആവാം. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ ഇങ്ങോട്ട് പറയാം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആവാം? യൂണിഫോം സ്പീഡ് ആവാം, പറഞ്ഞോ, യൂണിഫോം വെലോസിറ്റി ആവാം. ഇനി ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. ഓക്കെ, ഇനി ഗ്രാഫ് ഇങ്ങനെ വന്നാലോ? സ്ലോപ്പ് എടുത്താൽ നെഗറ്റീവ് കിട്ടും. ഇനി സ്ലോപ്പ് ഗീവ്സ് ഡാഷ്, സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. ഇനി അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതെന്തിനെ കാണിക്കുന്നു? സ്ലോപ്പ് പോസിറ്റീവ്, സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ എന്താ മനസ്സിലാക്കേണ്ടത്? യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി. ഇങ്ങനെ ഗ്രാഫ് വന്നാലോ? യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. ഇനി മറക്കുവോ? മറക്കരുത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അതിനകത്ത് ആ സ്ലോപ്പ് വരുന്ന സെക്ഷൻ മാത്രം നിങ്ങളൊന്ന് കൂടുതലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചോണം. നല്ല സ്മാർട്ടായിട്ട് പഠിച്ചു വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.